ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് സാൻസവേരിയ പ്ലാന്റ്സുകൾ, ഫിലോഡെൻഡ്രോൺ, അഗ്ലോണിമ അങ്ങനെ കുറച്ച് വെറൈറ്റീസുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് DTDC വഴിയാണ് കേട്ടോ. സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫിലോഡെൻഡ്രോന്റെ ഗോൾഡൻ സൈലോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല യെല്ലോ കളർ കയറി വരുന്ന പ്ലാന്റ് ആണിത്. നല്ല വലിയ പ്ലാന്റ് ആവും കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ 4 പ്ലാന്റാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നിൻ്റെയും അപ്രോക്സിമേറ്റ് സൈസ് ഇതേ കണ്ടോളൂ കേട്ടോ. ഓരോന്നിൻ്റെ സൈസ് കാണിച്ചു തരുന്നത് നിങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ ഇത് ചെറുതായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോന്നും നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തരുന്ന ആൾക്ക് ആയിരിക്കും നമ്മൾ ഇതിൽ ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും 40 റുപ്പീസാണ് കേട്ടോ. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് അഗ്ലോണിമയുടെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു സൈസ് പ്ലാന്റ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 റുപ്പീസാണ് കേട്ടോ. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3, 4, 5 ലീഫാണ് ഇതിന് ഉള്ളത് കേട്ടോ. അടുത്തത് സാൻസവേരിയയുടെ ഗ്രീൻ വെറൈറ്റി ആണ്. ഇത് നല്ല വലിയ ലീഫ് ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് 30 റുപ്പീസാണ് കേട്ടോ. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സാൻസവേരിയയുടെ തന്നെ സിലിണ്ടർ ടൈപ്പ് പോലെ ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര സിലിണ്ടർ ടൈപ്പ് അല്ല, ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് ഉരുണ്ടിട്ടും ഒരു സൈഡ് ഇതായിട്ടും വരുന്ന നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇത്രക്കും ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് സാൻസവേരിയയുടെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഗ്രീൻ കളർ കയറി വന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി നല്ല യെല്ലോ കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല വലിയ പ്ലാന്റ് ആവുന്നതാണിത്. നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ കെയറിങ്ങും വേണ്ട, നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം. ഒരാഴ്ചക്ക് വീട്ടിലില്ലെങ്കിലും ഈ ഒരു പ്ലാന്റിന് യാതൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇനി വെള്ളത്തിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിരുന്നോളും. മണ്ണിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 റുപ്പീസാണ് കേട്ടോ. 130 രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്ത് 3-4 പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യം വരുന്ന 4-5 പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ. ഇതാണ്ടില്ലേ, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്തത് സാൻസവേരിയയുടെ ഈ ഒരു ഡോർഫ് വെറൈറ്റി ആണ് കേട്ടോ. കുഞ്ഞു ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സിംഗിൾ സൈസിന് റേറ്റ് വരുന്നത് വെറും 50 റുപ്പീസാണ് കേട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനാണ് കേട്ടോ ഭംഗി. അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു നാരോ വെറൈറ്റി ആണ് കേട്ടോ. ഗ്രീൻ കളറിൽ തന്നെ വരുന്ന ഒരു ഈ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടോ, ഈ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 90 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 90 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പ്ലാന്റുകൾ. അടുത്തത് സാൻസവേരിയയുടെ ഡോർഫ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് സിലിണ്ടർ ടൈപ്പ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് അധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടത് കണ്ടോ, സിലിണ്ടർ ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ. 120 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നമ്മളിത് 150-നൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് റേറ്റ് കുറവിന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റ് സാൻസവേരിയയുടെ തന്നെ നാരോ ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതും സിലിണ്ടർ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ലീഫുകളും നല്ല
നീളം വെച്ചിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ ഈ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 റുപ്പീസാണ് കേട്ടോ. 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെയാണ് സൈസ് കേട്ടോ. ഇതിൽ 3 പേർക്ക് കൊടുക്കാനുള്ള ഷൂട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഓരോ ഇതാണ്ടോ 3 എണ്ണാണിത്. ഇതോരോന്നും 3 സെയിം സൈസ് തന്നെയാണ് കേട്ടോ. അടുത്തത് സാൻസവേരിയയുടെ തന്നെ ഡോർഫ് വെറൈറ്റിയാണ്. നമ്മുടെ സാധാരണ കാണുന്ന സാൻസവേരിയ തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു വലിപ്പേ ഇതിന് വെക്കുള്ളൂ കേട്ടോ. ഇതിലും ഹൈറ്റൊന്നും ഇതിന് വെക്കത്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് സിമ്പിളായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇതിൻ്റെ ഓരോ ലീഫ് കട്ട് ചെയ്ത് നമുക്ക് നട്ടാൽ തന്നെ ഓരോ പ്ലാന്റുകൾ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ കാട്ടിയിട്ടുള്ള ഈ ഒരു സാൻസവേരിയ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷന് സാധിക്കില്ല. ഇത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്താൽ തന്നെ വരുന്നത് ഈ ഒരു കളറിലെ പ്ലാന്റുകളായിരിക്കും കേട്ടോ. അതിൽ യെല്ലോ കളർ കയറി വരാറില്ല. അപ്പോൾ ഇത് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് ഇത്രയ്ക്കും ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 60 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വെള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക കേട്ടോ. ഇത് നമ്മൾ വെട്ടി നിർത്തിയിട്ട് ഇങ്ങനെ ബുഷി പോലെയൊക്കെ ആക്കി നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് 5 രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ. 5 രൂപയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള കട്ടിങ്സ് ആണ് കേട്ടോ. ഇത്രയ്ക്കും വരും കട്ടിങ്സ്. പിന്നെ അടുത്തത് വരുന്നത് വാട്ടർ മെലൺ പീലിയയുടെ ഈ ഒരു കട്ടിങ്സ് ആണ് കേട്ടോ. ഇതിന് 2 കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ. 5 രൂപയ്ക്ക് 2 കട്ടിങ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 2 പ്ലാന്റ്സ് ആണ് നമ്മൾ 5 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.